ഒരു എഴുത്തുകാരനൊക്കെ ആവുന്നതിന് മുൻപ് വായനക്കാരൻ എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ വിഷ്ണുവിനെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ നമ്മൾ സജീവമായിട്ട് കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു വായനക്കാരൻ നിന്ന് ഈ എഴുത്തുകാരൻ എന്ന രീതിയിലേക്ക് എത്തുമ്പോൾ വിഷ്ണുവിന്റെ അഭിപ്രായത്തില് ഒരു വായന എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ എഴുത്തിനെ എങ്ങനെയൊക്കെ മാറ്റും അല്ലെങ്കിൽ എങ്ങനെയൊക്കെ നവീകരിക്കും എന്നാണ് കരുതുന്നത്? ഈ നവീകരണം എന്ന് പറയുന്നത് ഒരു എഴുത്തുകാരനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ്. അപ്പൊ വായനക്കാരൻ എന്ന് പറയുന്നത് അവൻ എന്തും ചോയ്സാണ്. എന്ത് വായിക്കാം, എന്തും ചെയ്യാം, എന്ത് തലത്തിലും വായിക്കാം, എന്തിനെ കുറിച്ച് അഭിപ്രായം പറയാം. എഴുത്തുകാരൻ എന്ന് പറയുന്നത് അതേ തരത്തിൽ തന്നെ ആയിരിക്കണം. കാര്യം എന്തും വായിക്കുന്ന വിശാലത ഉണ്ടെങ്കിൽ മാത്രമേ നല്ല എഴുത്തുകൾ ക്രിയേറ്റ് ആവത്തുള്ളൂ. അപ്പം നമ്മളിപ്പം ചില ആൾക്കാർ എഴുതാൻ ശ്രമിക്കുമ്പോൾ ചെയ്യുന്നത് സമകാലീന പ്രശ്നങ്ങളെ കുറിച്ച് ശക്തമായിട്ട് എഴുതാൻ തുടങ്ങും. സമകാലീനമായ പ്രശ്നങ്ങളെ കുറിച്ച് എഴുതുക എന്ന് പറയുന്നത് ആ കാലത്ത് മാത്രം നിൽക്കുന്ന ഒന്നായിട്ട് ആ എഴുത്ത് മാർക്കയുടെയൊക്കെ കഥകൾ എടുത്താൽ കഴിയുന്നത് മഹായുദ്ധ കാലങ്ങളിൽ എഴുതപ്പെട്ട കാഫ്ക കഥകളിനകത്ത് ഒന്നിനകത്ത് പോലും മഹായുദ്ധങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ എഴുത്തുകാരന്റെ നവീകരണം എന്ന് പറയുന്നത് എഴുത്തുകാരൻ സമൂലമായ എല്ലാ മേഖലകളിലും ശ്രേണീകരിക്കുന്ന ഒരു വായന രീതി ഉണ്ടാക്കിയെടുക്കണം. അതിപ്പം ആധുനികമാണെങ്കിലും പ്രാചീനമാണെങ്കിലും എല്ലാത്തരം വായനകളെയും എല്ലാം വായിക്കാൻ കഴിയത്തില്ല എന്നുള്ളത് ഇരിക്കെ തന്നെ അവന് വായിച്ചിരിക്കേണ്ടതായ കുറെ കാര്യങ്ങൾ വായിക്കുക എന്നുള്ളതാണ്. എഴുത്ത് മെച്ചപ്പെടുവാനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് നിരന്തരമായി വായിക്കുക എന്നുള്ളതാണ്. അത് ചില ആൾക്കാർക്കൊണ്ട് അതൊരു പ്രശ്നമാണ്. വായന എന്ന് പറയുന്ന സാധനം അല്ലെങ്കിൽ ഒരു എഴുത്ത്, ഒരു ബുക്ക് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ പുസ്തകങ്ങൾ ഞാൻ വായിക്കേണ്ടതില്ല എന്നൊരു അഭിപ്രായത്തിലേക്ക് കാര്യങ്ങൾ അത് പാടില്ല. അപ്പം